ജമ്മു കാശ്മീർ ഖത്വയിൽ പോലീസിന്റെ പ്രത്യേക സംഘം ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു എന്ന വാർത്ത വരുന്നു. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ കണ്ടു എന്ന ഒരു പ്രദേശവാസിയെ നൽകിയ സൂചനയാണ് ഇവിടെ കൂടുതൽ തെരച്ചിൽ നടത്താൻ അവരെ പ്രേരിപ്പിച്ചത്. ഒരു സ്ത്രീയാണ് ഇത്തരമൊരു സൂചന നൽകിയത്. ഈ ഫോട്ടോയിൽ കണ്ട അല്ലെങ്കിൽ ചിത്രത്തിൽ കണ്ട ആളിൻ്റെ സാമ്യമുള്ള ഒരാളെ കണ്ടു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വിനീത വിജി വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനീത, എപ്പോഴാണ് ഈ സ്ത്രീ ഇത്തരമൊരു വിവരം സുരക്ഷാ ഏജൻസികൾ കൈമാറിയത്? കൊത്തുയിൽ വളരെ സജീവമായി തെരച്ചിൽ നടത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ഡൽഹി ബ്യൂറോയിൽ കിട്ടിയത്? ഇന്ന് വൈകിട്ടോടു കൂടിയാണ് പ്രദേശവാസിയായ ഒരു സ്ത്രീ ഇത്തരത്തിലേക്കുള്ള ഒരു നിർണായക വിവരം പോലീസിന് കൈമാറുന്നത്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരിൽ ചിലരെ താൻ ഇവിടെ കണ്ടു എന്നാണ് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 പേരെ കണ്ടതായിട്ടാണ് അവർ ഈ മൊഴിയിൽ പറയുന്നത്. അങ്ങനെയുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതാണെങ്കിലും ഇവരുടെ ഈ മൊഴി കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസിന്റെ പ്രത്യേക സംഘമടക്കം അവിടെ എത്തിയപ്പോൾ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കത്വയിൽ ഒന്നാകെ സംയുക്ത സേന പോലീസും ഒപ്പം തന്നെ സൈന്യത്തിന്റെയും തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പോലീസ് സംഘം അവിടെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഈ ഭീകരരുടെ രേഖാചിത്രങ്ങളടക്കം നേരത്തെ തന്നെ NIA പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ വിശദാംശങ്ങൾ, ഇവരുടെ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഫോട്ടോകൾ കണ്ടു കിട്ടുന്നവർ ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന് ജമ്മു കാശ്മീർ പോലീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതികളെക്കുറിച്ചുള്ള വിവരം അറിയിക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കത്വയിൽ ഈ ഭീകരരെ കണ്ടതായി ഒരു സ്ത്രീ, ആ പ്രദേശവാസിയായ സ്ത്രീ മൊഴി നൽകുന്നത് പോലീസിന്. ഇവർ ആദ്യം ഒരു പോലീസിനോടാണ് ഇക്കാര്യം പറയുന്നത്. തുടർന്ന് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഈ കൂടുതൽ ആളുകളെ ആ മേഖലകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ കേസ് അന്വേഷിക്കുന്ന ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പോലീസ് സംഘം തന്നെ ഈ കത്വയിലെത്തി ഇപ്പോൾ അവിടെ തെരച്ചിൽ തുടരുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും കത്വയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ സൈന്യം തുടരുകയാണ്. പല മേഖലകളിലേക്കടക്കം ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട്. സൈന്യം സർവ്വസജ്ജമായി തന്നെ അതിർത്തിയിൽ തുടരുന്നുണ്ട്. ഈ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെയും ഇന്ന് രാവിലെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പാക് അതിർത്തിയിൽ ഈ പാകിസ്ഥാന്റെ ഒരു പ്രകോപനം ഈ അതിർത്തി മേഖലകളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. വിവിധ പോസ്റ്റുകൾ, പാക് പോസ്റ്റുകളിൽ നിന്ന് അതിർത്തികളിലേക്ക് വെടിവെപ്പ് അടക്കം ഉണ്ടാകുന്നു. ഇതിൽ ഇന്ത്യൻ സൈന്യം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എല്ലാ മേഖലയിലും ഭീകരർക്കായുള്ള ശക്തമായ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ പ്രദേശവാസിയായ സ്ത്രീ ഇത്തരത്തിലേക്ക് നിർണായകമായിട്ടുള്ളൊരു വിവരം നൽകിയിരിക്കുന്നത്. ഏതാണെങ്കിലും ആ സ്ത്രീയുടെ മൊഴിയിൽ കണക്കിലെടുത്ത് ഇപ്പോൾ വലിയ തെരച്ചിൽ ആ കത്വയിലടക്കം പുരോഗമിക്കുകയാണ്. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കത്വയിൽ ഈ ഭീകരവാദികളെ കണ്ടു എന്ന ഒരു സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസും സുരക്ഷാ ഏജൻസികളും കത്വയിൽ അന്വേഷണം ത്വരിതപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല കുറച്ചധികം മണിക്കൂറുകളായി അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കാരണം ഈ തീവ്രവാദികൾക്ക് രക്ഷപ്പെട്ടു പോകാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് സുരക്ഷാ ഏജൻസികൾക്കറിയാം. ലേറ്റസ്റ്റ് ഇൻ്റലിജൻസ് വിവരം അനുസരിച്ച് ഇവർ അവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കത്വയിൽ കാര്യമായ തെരച്ചിൽ സുരക്ഷാ ഏജൻസികൾ നടത്തുന്നത്. എങ്ങനെയായാലും ഇവരെ പൂട്ടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം 26 നിരപരാധികളെയാണ് ഇവർ വെടിവെച്ച് കൊന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും തോക്കേന്തിയിട്ടില്ലാത്ത പാവം മനുഷ്യരെയാണ് കൂട്ടക്കൊല ചെയ്ത് ഇവർ രക്തം കുടിച്ച് പാകിസ്ഥാനെ തൃപ്തിപ്പെടുത്തിയത്.